അതിന് വരെ ഞാൻ ചേർക്കുന്നത് അതിൽ റെഡ് ഓക്സൈഡാണ് ചേർക്കുക. കണ്ടില്ലേ, അത് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ സാധാരണ വെള്ള അരി ഉണ്ടല്ലോ, അതിൽ ഈ വെള്ളാരം കല്ല് ചേർക്കും. വെള്ളാരം കല്ല് സാധാരണ അരി. പിന്നെ ഇത് മൈദയാണ്. മൈദയിൽ ചോക്ക് പൊടിയും ചേർക്കും. ഇത് ചായപ്പൊടി, ഇത് തേയിലയാണ്. അതിൻ്റെ അഡൾട്ടറൻ്റായിട്ട് ഇതിൽ ചേർക്കുക ഇരുമ്പ് പൊടിയാണ്. അതേപോലെ കാപ്പിപ്പൊടിയിൽ ബ്രിക്ക് പൗഡർ, പെപ്പറിൽ പപ്പായക്കുരു, ഇതാണ് ശരിക്കുമുള്ള കറുവാപ്പട്ട. അതിൽ കാശിപ്പട്ടയാണ് അഡൾട്ടറൻ്റായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ ഇത് ഇഷ്ടികപ്പൊടിയാണ്. അത് മുളക് പൊടിക്ക് അഡൾട്ടറൻ്റായിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ ഇത് ഉപ്പ്, അത് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന, അതിൽ സാൻഡും ചോക്ക് പൗഡറുമാണ് യൂസ് ചെയ്യുക. അതേപോലെ മല്ലിപ്പൊടിയിൽ കണ്ടില്ലേ ഈർച്ചപ്പൊടി, പാലിനും അങ്ങനെ പലതും ചെയ്യും. ഇനി അതെങ്ങനെയാണ് തിരിച്ചറിയാനുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ആദ്യം നമുക്ക് പാലിൽ തന്നെ ഇത് ശരിക്കും ശുദ്ധമായ പാലാണ്. അത് നമ്മൾ ശുദ്ധമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ഈ പാല് ഒരു ചെറിയ ഇതിലേക്ക് തുള്ളി ഒഴിക്കുക. അതിനുശേഷം ഈ അയഡിൻ എടുത്ത് അതിലേക്ക് ഒഴിക്കണം. അതിലേക്ക് അയഡിൻ ഒഴിക്കുമ്പോൾ ഈ നിറം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ പാലാണ്. നേരെ മറിച്ച് ഇത് ഈ പാലിൽ ശരിക്കും മായം കലർത്തിയതാണ്. ഇതിന് സാധാരണ വെള്ളം കലർത്തും. പിന്നെ വെള്ളം കലർത്തി ലൂസായിരിക്കുന്നതിനുണ്ട് അതിൽ കുറച്ച് സ്റ്റാർച്ച് കഞ്ഞിവെള്ളത്തിൽ അത് നമ്മൾ ഇതിൽ ഒഴിക്കും. സ്റ്റാർച്ച് ഉള്ള പാൽ ഇതിൽ ഒഴിച്ച് അതിനുശേഷം നമ്മൾ അയഡിൻ ഇതിൽ ചേർക്കുമ്പോൾ അത് ബ്ലൂ കളറായി വരുന്നു. അടുത്ത പരീക്ഷണം നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ തേനിൻ്റെ ആണ്. ഇത് ശുദ്ധമായ തേനാണ്. ഇത് മായം കലർത്തിയ തേനാണ്. ഇതിൽ ശർക്കരപ്പാനിയും വെള്ളവും ഒക്കെയാണ് ചേർക്കുക. അത് നമുക്കതെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. അതിലേക്ക് ഹൈഡ്രോപ്പർ യൂസ് ചെയ്തുകൊണ്ട് ശുദ്ധമായ തേൻ ഫസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ശുദ്ധമാണോ അല്ലയോ എന്ന് നോക്കാൻ പറ്റും. അത് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകും ശുദ്ധമായ തേൻ. പക്ഷെ മായം കലർത്തിയ തേനാണെങ്കിൽ പെട്ടെന്ന് അത് പോകും, സ്പീഡാകും. മായം കലർത്തിയത് സാധാരണ തേന് മെല്ലെ ആയിരിക്കും പോകുക. ഇത് മായം കലർത്തിയതുകൊണ്ട് ഇത് റിഫൈൻഡ് ഓയിലാണ്. അതേപോലെ ഇത് ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത് പാടുമുക്കാൽ ഭാഗവും ഈ റിഫൈൻഡ് ഓയിൽ വെളിച്ചെണ്ണയിൽ മായമായി ചേർക്കും. അപ്പോൾ ചേർക്കുമ്പോൾ ഉണ്ടാവും ഇങ്ങനെ കിട്ടും. അതിൽ ശരിക്കും കുറച്ച് വെളിച്ചെണ്ണയെ ചേർക്കും. റിഫൈൻഡ് ഓയിലായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഇതാണ് അഡൾട്ടറൻ്റായി കിട്ടുന്നത്. ഇത് രണ്ടും ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെയാണ് നമ്മുടെ കടയിൽ.